ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലാസിക് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തട്ടുകടയിലൊക്കെ നമുക്ക് കിട്ടുന്ന ഗോബി 65 ആണ് നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഇതുവരെയും കാണാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അതേപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നല്ലൊരു സ്റ്റാർട്ടറും അതേപോലെ തന്നെ ഈവനിങ്ങിൽ ചായയുടെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് ഐറ്റം കൂടിയാണിത്. അപ്പോൾ നമ്മുടെ ഗോബി 65 എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു ചെറിയ കോളിഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കട്ട് ചെയ്തിട്ട് നമ്മൾ ഒന്ന് തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ടൊന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ വെള്ളത്തിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് തിളപ്പിച്ചതിലേക്കാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ നേരം കോളിഫ്ലവർ ഇട്ട് വേവിക്കാൻ പാടില്ല, അപ്പോൾ അതിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ മാറിപ്പോവും. അപ്പോൾ നന്നായിട്ട് തിളച്ചതിലേക്ക് മാത്രം ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെക്കണം. അപ്പോൾ നമുക്കിനി ഇതിന് വേണ്ടുന്ന മസാലയൊന്ന് റെഡിയാക്കി എടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ നോർമൽ മുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അര ടീസ്പൂൺ വീതം ഗരം മസാല, കുരുമുളക് പൊടി, പെരുംജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1/4 കപ്പ് കടലമാവ്, 1/4 കപ്പ് മൈദ, പിന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ ഡ്രെയിൻ ചെയ്തതാണ്, അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലൂടെ ഇട്ടിട്ട് ഒരു 30 മിനിറ്റ് അരമണിക്കൂറോളം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഒരു കടായി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഇവിടെ മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് നേരം ഒന്ന് ആയതിന് ശേഷം മാത്രം ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ല ക്രിസ്പി ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. നല്ല മൊരിഞ്ഞിട്ടാണല്ലോ ഈ ഒരു ഗോബി 65 ഉണ്ടാവുക. അപ്പോൾ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കുമ്പോൾ ആ ഒരു സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും. അതാണ് ശരിക്കും അതിൻ്റെ ഒരു പാകം. അതേപോലെ നമ്മൾ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴും സെയിം നമുക്ക് ആ ഒരു ശബ്ദം കേൾക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിൽ വറുത്ത് കോരിയാൽ മാത്രമേ നമ്മുടെ ഗോബി 65 പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതെന്തായാലും ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. അതേസമയം ഇത് കരിഞ്ഞു പോകരുത്. നമ്മളെപ്പോഴും ഒരു ലോ ടു മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് കളർ ചേഞ്ച് ആവും, പക്ഷേ ആ ഒരു ഉള്ളിലൊക്കെ ആ ഒരു ക്രിസ്പിനെസ് കിട്ടില്ല. അപ്പോൾ ഇനി ഫൈനലായിട്ട് ഉണ്ടാക്കുന്ന അതിലേക്ക് ഞാൻ കുറച്ച് ചുമന്ന മുളക്, ഒരു 2-3 ചുമന്ന വറ്റൽ മുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടി വറുത്ത് കോരി മാറ്റാം നമുക്ക്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഫൈനലി. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗോബി 65 ഇവിടെ റെഡിയാണ്. വളരെ സിമ്പിൾ റെസിപ്പിയാണ്, അതേസമയം നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. ചായയുടെ കൂടെയും അല്ലാതെയും സ്റ്റാർട്ടറായിട്ടും ചപ്പാത്തിക്കൊക്കെ കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.